ശ്രീജ. ശരി, മനു ഭരത് കൂടി. മനു, ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്രീജ, ആഭ്യന്തര കലാപം പാകിസ്ഥാനെ വിരിഞ്ഞു മുറുക്കുന്നു എന്ന വിവരങ്ങൾ കൂടുതൽ ബലപ്പെട്ടു വരികയാണ്. പാകിസ്ഥാൻ സൈന്യത്തിനകത്തുള്ള വിള്ളൽ ഉണ്ട് എന്ന വിവരങ്ങൾ കൂടുതൽ ശക്തമായി പുറത്തേക്ക് വരുന്നു. മാത്രമല്ല, പാകിസ്ഥാനിൽ ബലൂച്ച് ആർമി അവരുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഈ സമയം വിനിയോഗിക്കുന്നു. ഒരു വാതക പൈപ്പ് ലൈൻ തകർക്കുന്നു. ക്വറ്റയിലെ സൈനിക കേന്ദ്രം ബലൂച്ച് ആർമി അടിച്ചു തകർക്കുന്നു. സൈനിക നിയന്ത്രണം അവിടെ പിടിച്ചെടുക്കുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാൻ ബഹുതലത്തിൽ ആണ് പ്രതിസന്ധി നേരിടുന്നത്. പാകിസ്ഥാനകത്തു നിന്നുള്ള പ്രശ്നങ്ങളാണ് ഒരു വശത്ത്, മറിച്ച് ഇന്ത്യയിൽ നിന്നുള്ള ആക്രമണം മറുവശത്ത്. പാകിസ്ഥാൻ സൈനിക മേധാവി വൈകാതെ മാറും എന്ന സൂചനകൾ വരുന്നു. ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി പാകിസ്ഥാനിലെ ജനറൽ ഷാഹിർ ഷംഷാദ് മിർസ അധികാരത്തിലേക്ക് വരും എന്ന വിവരങ്ങളാണ്. ജനറൽ ആസിം മുനീർ പുറത്താകും എന്ന വിവരങ്ങൾ വരുന്നു. അങ്ങനെ പാകിസ്ഥാനകത്ത് ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു. പുറത്തു നിന്ന് കനത്ത ആക്രമണം, ആകാശത്ത് തീമഴ. അങ്ങനെ പാകിസ്ഥാൻ എല്ലാ തലത്തിലും വിരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ആകാശത്ത് തീമഴയും പാകിസ്ഥാന്റെ കരയിൽ വിള്ളലും ആണ് വ്യക്തമാകുന്നത്. അതോടൊപ്പമാണ് ജലം തുറന്നുവിടുന്ന നീക്കവും ഉണ്ടാകുന്നത്. ശ്രീനഗറിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ടുകൾ അവസാനിച്ചിരിക്കുന്നു. വൈദ്യുതി പുനഃസ്ഥാപിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി മുഴുവൻ ഇരുട്ടിലാകും പല കേന്ദ്രങ്ങൾ ഇന്ത്യയിലെന്ന് നമ്മൾ ആദ്യം കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ അവിടെയെല്ലാം പ്രശ്നങ്ങൾ അവസാനിച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ആക്രമണം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഫലപ്രദമായി അതിർത്തിയിൽ നമുക്ക് തടയാൻ കഴിഞ്ഞു എന്നതാണ്. മിസൈലുകളെ, F-16 ജെറ്റുകളെ, FJ-17 ജെറ്റുകളെ തടയാൻ കഴിഞ്ഞിരിക്കുന്നു. പൈലറ്റ് ഒരാളെ കസ്റ്റഡിയിലെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം പുറത്തുവരും. അതോടുകൂടി പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലായി എന്നതിൻ്റെ കൃത്യമായ സൂചന. ഒപ്പം ലാഹോറിൽ, ഇസ്ലാമാബാദിൽ, കറാച്ചിയിൽ ആണ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഷഹബാസ് ഷെരീഫിന്റെ കുടുംബ വീടിന് സമീപം ഫിറോസ്പൂറിലാണ് ഒരു സ്ഫോടനമുണ്ടായത്. അസിം മുനീറിന്റെ താമസ സ്ഥലത്തിന് സമീപത്തും സ്ഫോടനമുണ്ടായി. അങ്ങനെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലെല്ലാം അഗ്നി വർഷിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ മറുപടി ഇന്നുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് കൂടും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആഗോള സമൂഹം ശക്തമായി ഇടപെടലുകൾ നടത്തി തുടങ്ങുന്നു. അതേസമയം അമേരിക്കൻ വക്താവ് ടമ്മി ബ്രൂസ് പാകിസ്ഥാൻ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നു. കൂടുതലും ഇന്ത്യക്ക് പിന്തുണ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആഗോള സമൂഹം പാകിസ്ഥാനോട് നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന ഉപദേശം നൽകുന്നു. പാകിസ്ഥാനിൽ നിന്ന് പറക്കുന്ന വിമാനങ്ങളിൽ അവിടുത്തെ പ്രമുഖർ രക്ഷപ്പെടുകയാണ് എന്ന വാർത്തകൾ പരക്കുന്നു. ബഹ്റൈനിലേക്കാണ് ഇവർ രക്ഷപ്പെടുന്നത് എന്ന വിവരങ്ങൾ ഒരു വശത്ത് വരുന്നു. ഇതുപോലെ ഒരു നിർണായക ഘട്ടത്തിൽ പാകിസ്ഥാനിൽ നിന്ന്, ലാഹോറിൽ നിന്ന് വിമാനം ബഹ്റൈനിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ആളുകൾ അന്വേഷിക്കുന്നു. അങ്ങനെ അതിൽ പ്രമുഖർ രക്ഷപ്പെടുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പം നേതാക്കൾ ഒളിച്ചോടുകയാണോ എന്ന ചോദ്യം പാകിസ്ഥാനിൽ ഒരു വശത്ത്, ആഭ്യന്തര കലാപം ഏതൊക്കെ തരത്തിലേക്ക് പടരുമെന്ന ചോദ്യം മറുവശത്ത്. കറാച്ചി പോർട്ട് തകർന്നിരിക്കുന്നു. അതുപോലെ തന്ത്രപ്രധാനമായ ലാഹോർ, ഇസ്ലാമാബാദ് എല്ലാം ആക്രമണത്തിന് നിഴലിലാകുന്നു. ആകാശത്ത് തീമഴ, ഭൂമിയിൽ വിള്ളൽ, കരസേനയിൽ ആഭ്യന്തര കലാപം. ഒപ്പം പാകിസ്ഥാന്റെ പ്രാദേശികമായ ശക്തികൾ അവിടെ വിഘടനവാദം ശക്തിയായി ഉയർത്തുന്നു. ക്വറ്റ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച തരത്തിലേക്ക് ബലൂചിസ്ഥാൻ അവിടെ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്നു തരിപ്പണമായ രാജ്യം നേരത്തെ തന്നെ സാമ്പത്തികമായി അങ്ങേയറ്റം തകർന്നിരിക്കുകയായിരുന്നു.